സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഉലൂഹിയത്തിൻ്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു ജനവിഭാഗത്തിനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അനുഷ്ഠാന മുറകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകുന്ന മൃഗസമ്പത്തിനെ അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന സാമ്പത്തികമായ ശേഷിയെ റബ്ബിനോട് ശുക്ർ കാണിക്കുവാനും നന്ദി കാണിക്കുവാനുമൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന അവസരമാണ് ഇതേപോലെയുള്ള സൽക്കർമ്മങ്ങൾ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ രക്ഷിതാവിന് വേണ്ടി മാത്രം നീ നമസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല, ലോകത്ത് അള്ളാഹു അല്ലാത്ത ആളുകളുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പല ആരാധ്യന്മാരുടെയും ദേവന്മാരുടെയും മറ്റു പലരുടെയും പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പല പേരുകളിൽ മൃഗബലികൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതം അവരോട് കൃത്യമായി തന്നെ അനുശാസിക്കുന്ന യഥാർത്ഥമായ നിലക്കുള്ള ബലികർമ്മമാണ് ഉദുഹിയത്ത്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം മോഹിച്ചുകൊണ്ട് നാം ചെയ്യേണ്ടുന്ന മഹത്തായ ആ സൽക്കർമ്മം, അതിനെക്കുറിച്ച് ഇപ്പോഴേ നമ്മൾ ഒരു കൃത്യമായ നിയ്യത്തിലും അതുപോലെ തന്നെ ഉദ്ദേശവുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി മാറും. ഇപ്പോൾ പല മഹല്ലുകളിലും പല സ്ഥലങ്ങളിലും കൂട്ടായ്മകൾ ഇത് കൂട്ടമായി തന്നെ നിർവഹിക്കുവാനുള്ള സംരംഭങ്ങൾ ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഉലൂഹിയത്തിൻ്റെതായ പരസ്യങ്ങൾ വന്നു തുടങ്ങി. ആളുകൾ മൃഗങ്ങളെ, ഉരുക്കളെ വാങ്ങുവാനുള്ള ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം നേരത്തെ തന്നെ കുറച്ച് സമയം കിട്ടിയാൽ വിലയൊക്കെ കുറഞ്ഞു ലഭിക്കും, ആ അവസാന സമയമാകുമ്പോൾ വില വർദ്ധിക്കും എന്നൊക്കെയുള്ള പല കാരണങ്ങളാൽ പലയിടങ്ങളിലും ആളുകൾ ഇപ്പോൾ അവ വാങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ സന്ദർഭമായതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ മൻ വജദ സഅതൻ ഫലം യുലഹി ഫലാ യഖ്റുബന്ന മുസല്ലാന, ചില റിപ്പോർട്ടുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. ആർക്കെങ്കിലും ഉദൂഹിയത്ത് അറുക്കുവാനുള്ള ശേഷി ഉണ്ടായിട്ട് ഒരാൾ ഉദൂഹിയത്ത് അറുക്കുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ ഈദ് നമസ്കാര സ്ഥലത്തേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന അർത്ഥം വരുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. ചില പണ്ഡിതന്മാർ അവയുടെ ളുഅഫുണ്ട്, അതിൽ ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ കുറെ പണ്ഡിതന്മാർ അത് ആ നിലക്കൊരു തള്ളപ്പെടേണ്ടുന്ന ഒരു ലഈഫിന്റെ ഗണത്തിലല്ല എന്നഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമാണോ അല്ലേ എന്നതിൽ പണ്ഡിത ലോകത്ത് വീക്ഷണ വ്യത്യാസമുണ്ടെങ്കിലും ഏറ്റവും ശക്തിയായ അപാര പുണ്യം നമുക്ക് ലഭ്യമാകുന്ന ഒരു സൽക്കർമ്മമാണത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമുക്ക് പുണ്യം വാരിക്കൂട്ടാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് വർഷത്തിൽ ഒരിക്കൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ ഈദുൽ അദ്ഹ. ആ ഈദുൽ അദ്ഹായിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഈ മഹത്തായ കർമ്മത്തെ സംബന്ധിച്ച് നാം ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ എടുക്കേണ്ടുന്ന സമയമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരാടിനെ അറുക്കാൻ, ഒറ്റക്കൊരാടിനെ അറുക്കാൻ സാധ്യമാകുമെങ്കിൽ അങ്ങനെ ഒരാൾക്ക് നിർവഹിക്കാവുന്നതാണ്. അതിൽ മറ്റൊരാളെ ഷെയർ ചേർക്കുവാൻ പാടില്ല. അതിൻ്റെ വിഹിതത്തിൽ മറ്റൊരാൾക്ക് ഷെയർ ചേരാൻ പാടില്ല. വിഹിതത്തിൽ ഷെയർ ചേരാൻ പാടില്ല എന്ന് പറയാൻ എന്താ കാരണം? ഒരു കുടുംബത്തിൻ്റെ നാഥൻ ഒരു കുടുംബത്തെ എല്ലാവർക്കും പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാടിനെ അറുത്താലും മതിയാകുന്നതാണ്. എന്നാൽ ആടിനെ അറുക്കുന്ന ആ തീരുമാനമെടുത്ത വ്യക്തിക്ക് മാത്രമായിരിക്കും ആ ഉലൂഹിയത്തിൻ്റെ നിയമങ്ങൾ ബാധകമാവുക. അതേ അവസരത്തിൽ ഒരാടിനെ അറുക്കുന്ന കുടുംബനാഥന് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൽ അദ്ദേഹത്തിന് കരുതാം, ഇതെനിക്കും എൻ്റെ കുടുംബത്തിലെ ആളുകൾക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു കുടുംബത്തിന് മൊത്തമായി കൊണ്ട് ഒരേ വീട്ടിൽ കഴിയുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരാടിനെ അറുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഒരു മാടിനെ അറുക്കാം. മാട്, ഒട്ടകം എന്നൊക്കെ പറയുന്നതിൽ ഷെയറുകൾ സ്വീകരിക്കപ്പെടാവുന്നവയാണ്. 7 വരെ ഷെയറുകൾ മാടിൽ സ്വീകരിക്കപ്പെടാവുന്നതാണ്, മാടിനും ഒട്ടകത്തിനുമൊക്കെ.
അതിൻ്റെ ആകെയുള്ള വില കണക്കാക്കിയിട്ട് 7 ഷെയറാക്കി ഭാഗിക്കാം. എന്നിട്ട് ഓരോരുത്തരും ഓരോ ഷെയർ എടുക്കുക. ഇനി ഒരാൾക്ക് ഒന്നിലധികം ഷെയർ എടുക്കാൻ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ 7-ൽ കൂടാൻ പാടില്ല. ഒരു മൃഗത്തിൽ 7 പേരിൽ അപ്പുറം ഉണ്ടാകാൻ പാടില്ല. 7 തന്നെ വേണം എന്നില്ല. ഒന്നിന് ഒറ്റക്കൊരാൾക്ക് കഴിയില്ലേ? 2 ആകാം, 3, 4, 5, 6 ഒക്കെ ആവാം, 7 വരെ ആകാം. 7ൻ്റെ അപ്പുറം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം 1 വയസ്സ് പൂർത്തിയായ ആടാണ് അതിൻ്റെ വയസ്സിൻ്റെ കണക്ക്. മാട് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നവയ്ക്ക് നമ്മുടെയൊക്കെ നാടുകളിൽ അതാണ്. അതുകൊണ്ട് തന്നെ അത് 2 വയസ്സ് പൂർത്തിയായത് എന്നാണ്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയായത് എന്നുള്ളതാണ് അതിൻ്റെ പ്രായത്തിൻ്റെ കണക്ക്. പ്രകടമായ നിലക്കുള്ള ന്യൂനതകളൊന്നും ഈ അറുക്കപ്പെടുന്ന ഉരുക്കൾക്ക്, മൃഗങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. എത്രത്തോളം നല്ല ഭംഗിയാർന്നതും മാംസം മുറ്റിയതും അഴകുള്ളതും ആ വിധത്തിൽ ഗുണമേന്മയേറിയതുമൊക്കെ ആകുന്നുവോ അത്രത്തോളം നമുക്ക് പ്രതിഫലവും ലഭ്യമാകും. ഇതാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മറ്റൊന്ന്, ഒരു വീട്ടിൽ തന്നെ, ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്നവർ, ഇപ്പം മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ പിന്നെ മക്കളുണ്ട്, അവരുടെ മക്കൾ, ഭാര്യ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്നവർ, കുടുംബനാഥൻ ഒരാടിനെ എല്ലാവർക്കും കൂടെ ഉദ്ദേശിച്ചറുക്കുന്നു. ഇനി അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ഷെയർ ചേരുന്നു, ഒരു മാടിൽ 1-2 ഷെയർ ചേരുന്നു കുടുംബത്തെ ഒട്ടാകെ ഉദ്ദേശിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ പുറമെ ഇനി ഒരു കുടുംബത്തിലെ അംഗങ്ങളിൽ പലർക്കും തോന്നുകയാണ്, ഞങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും മറക്കണം, വീട്ടിൽ ബാപ്പക്ക് സ്വന്തം തന്നെ കഴിവുണ്ട്, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു, മകനുണ്ട്, ജോലിയും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളുണ്ട്, ഒരു മകൻ അങ്ങനെ ഉദ്ദേശിക്കുകയാണ്, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നല്ലത് തന്നെയാണ്. ഭാര്യയ്ക്ക് തോന്നുകയാണ്, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, ഞാനൊന്ന് ഇറക്കട്ടെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ആവാം, അതിനൊന്നും വിരോധമില്ല. എന്നാൽ ഇങ്ങനെ ആയാലും മതി, ഓരോരുത്തർക്കും വേറെ വേറെ തന്നെ അറക്കണമെന്നവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. ഓരോരുത്തർക്കും അതിൻ്റെ പ്രത്യേകമായ പുണ്യം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആരൊക്കെ അറുക്കുന്നുണ്ടോ അവർക്കൊക്കെ അതിൻ്റെ നിയമങ്ങൾ ബാധകമാവുകയും ചെയ്യും. അതായത് നിയമം എന്ന് പറയുന്നത് ഇതിൽ പരമപ്രധാനമായി അർഹിക്കുന്ന ഒരു അദബ് എന്താണ്? ദുൽഹജ്ജ് മാസപ്പിറവി ദർശിച്ചത് മുതൽ അറവ് നിർവഹിക്കപ്പെടുന്നത് വരെ നഖം, മുടി, തൊലി പോലെയുള്ളതൊന്നും മനഃപൂർവ്വം ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാത്ത വിധത്തിലുള്ള ഒരു അദബ് പാലിക്കൽ ഇതിൻ്റെ ഒരു ശക്തിയായ സുന്നത്താണ്, ഒരു മര്യാദയാണ് എന്നുള്ളതാണ്. ഇവിടെ ആ നിലക്ക് അങ്ങനെ വേണമെങ്കിൽ ഓരോരുത്തർക്കും നിർവഹിക്കാം. ഇതാണ് ആ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഷെയർ ചേരുമ്പോൾ ഇപ്പോൾ മഹല്ല് കമ്മിറ്റികളും അതുപോലെ തന്നെ കൂട്ടായ്മകളുമൊക്കെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഷെയറുകൾ സ്വീകരിച്ചു തുടങ്ങി. അപ്പോൾ ഒരു മാടിലാണെങ്കിൽ അവർ ഒരു പോത്ത് അല്ലെങ്കിൽ ആ നിലക്ക് അവർ മാടിനെ സംബന്ധിച്ചിടത്തോളം വില കണക്കാക്കുന്നത് പലയിടങ്ങളിലും, ചിലയിടങ്ങളിൽ ഒരു ഷെയറിന് 7000 രൂപ, ചിലയിടങ്ങളിൽ 7500 രൂപ, ചിലർ 8000 രൂപ എന്നൊക്കെ ഷെയർ പറയുന്നുണ്ട്. അതൊക്കെ അവർ വാങ്ങുന്ന മൃഗങ്ങളുടെ അതിനനുസരിച്ചിരിക്കും. അങ്ങനെ ഷെയർ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും അങ്ങനെ നോട്ടീസ് ഇടുമ്പോൾ കുറേ ആളുകൾ അത് അറിയും. അപ്പോൾ ഒരു മഹല്ലിലെ ഒരു കൂട്ടായ്മയുള്ള സ്ഥലത്ത് ഒരുപാട് ആളുകൾ അതിലേക്ക് ഷെയർ ചേരും. അങ്ങനെ ഷെയർ ചേരുമ്പോൾ ഈ കമ്മിറ്റിയുടെ ആളുകൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും? ഇവരുടെയൊക്കെ പേരുകൾ ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ലിസ്റ്റ് ചെയ്ത് 10 30 ഒക്കെ ആളുകളുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ ആ സംഖ്യ അങ്ങ് കണക്ക് കൂട്ടിയിട്ട് അതിന് കിട്ടാവുന്ന നിലക്കുള്ള പോത്തുകളെ അങ്ങ് ഒന്നിച്ചാണ് വാങ്ങും. പലയിടങ്ങളിലും പോയിട്ട് കച്ചവടമാക്കി വെക്കും നേരത്തെ. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? ഓരോ 7 ആളുകളുടെയും 7 ആളുകൾക്ക് വേണ്ടി ഒരു ഉരുവിനെ നമ്മൾ നിജപ്പെടുത്തണം. അത് ഇന്ന വ്യക്തികൾക്കൊക്കെയുള്ള ആളുകളാണെന്ന് ലിസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. എന്നിട്ട് ആ ആളുകളുടെ പേരിൽ ഇതാ ഇന്ന മൃഗം. കാരണം അപ്പോഴേ ആ വില കണക്കാക്കിയിട്ട് 7-ൽ ഒരു വിഹിതം ആവുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ടോട്ടൽ എല്ലാവരെയും കൂടി എമൗണ്ട് കണക്ക് കൂട്ടിയാൽ ചിലപ്പോൾ ചില ഉരുക്കൾക്ക് വില കുറവായിരിക്കും. ഇപ്പം ചിലപ്പോൾ 56,000 രൂപ ഉണ്ടാകും, ചിലപ്പം 35,000 ഉണ്ടാകും, ചിലതിന് 40,000 രൂപയുണ്ടാകും. ഇങ്ങനെയൊക്കെ പല റേറ്റിലുള്ള ഉരുക്കളായിരിക്കും ഉണ്ടാവുക. അവയുടേതായ ആ ഗുണമേന്മക്കൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതാണ്. അങ്ങനെ മൊത്തത്തിൽ അത് കച്ചവടം ചെയ്യപ്പെടുമ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ 7 ആളുകൾക്കും ഇന്ന 7 ആളുകൾക്ക് ഇത് ഇന്ന ഉരു അങ്ങനെ നിജപ്പെടുത്തണം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ വില എന്താണോ
അതിന് കണക്കാക്കിയിട്ടുള്ള 7 ഷെയറാണ് എടുക്കേണ്ടത്. 7 വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 2, 3, 4, 7 വരെ ആകാനേ പാടുള്ളൂ. അപ്പുറം ആകാൻ പാടില്ല. ഈ 7 ഷെയർ കണക്ക് കൂട്ടുമ്പോൾ ഷെയർ ചേർന്നിട്ടുള്ള വ്യക്തി, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ് പറയാൻ പോകുന്നത്. ഷെയർ ചേരുന്ന ഒരു വ്യക്തി അയാളുടെ അടുത്ത് പറയണം, എൻ്റെ അടുത്ത് പിന്നെ ഇപ്പം ഷെയറിന് എത്ര 7,000 വിചാരിക്കുക. അയാൾ പറയാണ് എൻ്റെ അടുത്തൊരു 3,500 ഉള്ളൂ, ഞാൻ അതാണ് തരാം, ബാക്കിയുള്ള ഒരാളൊക്കെ കൂടി അങ്ങനെ 2 ആൾ കൂടിയിട്ട് ഒരു 3,500 എടുത്ത് ഒരു ഷെയറായി ചേരുക. അങ്ങനെ പറ്റില്ല. ഷെയർ ചേരുന്ന ഒരു വ്യക്തി അയാൾ നൽകുന്ന തുക മിനിമം ഈ മൃഗത്തിൻ്റെ വിലയുടെ 7 ഭാഗത്തിൽ കുറയാൻ പാടില്ല. ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7 ഭാഗത്തിൽ അയാളുടെ ഷെയർ എന്ത് ചെയ്യരുത്, കുറയരുത്. അപ്പൊ നിശ്ചയിക്കപ്പെട്ട 7 എത്രയാണോ ആ 7 അദ്ദേഹം കൊടുത്തിരിക്കണം. അതാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ അതിലും അപ്പുറം കൊടുക്കുകയാണ്, പക്ഷെ വേറൊരാൾ കൊടുക്കുന്നതോ അയാൾ അതിൽ കമ്മിയാണ് കൊടുക്കുന്നതെങ്കിലോ അത് ഉണ്ടാകാൻ പാടില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2, 3, 4 ഒക്കെ ഷെയർ എടുക്കാം. എന്നാൽ എടുക്കുന്ന ഷെയർ 7 വിലയിൽ കുറയരുത്. അത് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ എത്ര ആളുകളാണെങ്കിൽ ആ ആളുകളുടെയൊക്കെ പേരിൽ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇന്ന ആൾ 7 ആൾക്ക് ഇങ്ങനെ വിഹിതം വെച്ചുകൊണ്ട് ആ 7 വിഹിതം ആയിട്ട് അങ്ങനെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉരുക്കളെ തരം തിരിക്കണം. അപ്പോഴേ നമുക്കതിൻ്റെ ആ കൃത്യമായ നിലക്ക്, ഇസ്ലാമികമായ നിലക്ക് ആ ഷെയർ ചേരുന്നതിൻ്റെ നിയമം പാലിക്കപ്പെട്ടതായി തീരുകയുള്ളൂ എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്താണ് ഇഷ്ടം പോലെ ആളുകൾക്ക് ഇറച്ചിയും അങ്ങനത്തെ മാംസത്തിനൊന്നും അങ്ങനെ ഒരു വിഷയമൊന്നുമല്ല, നമ്മൾ ഈ പൈസ കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഓരോ ഇബാദത്തുകൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഇതൊരു ഇബാദത്താണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു ശിആറാണ്, ഒരു മതചിഹ്നമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ അതിനൊരു പ്രത്യേക കാലവും അതിന് പ്രത്യേക മര്യാദകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ വർഷത്തിൽ എപ്പോഴും ഇത് ചെയ്യാൻ പറ്റൂലല്ലോ. ഇതൊരു ഇബാദത്തായതുകൊണ്ടാണ്. ഇത് ബലിപെരുന്നാളിൻ്റെ ദിനം നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ സമയം തുടങ്ങുന്നു. പിന്നെ 11, 12, 13 ഇങ്ങനെ 10 അടക്കം 10, 11, 12, 13 ഇങ്ങനെ 4 ദിവസങ്ങളിൽ നിശ്ചിതമായ ആ നിലക്കുള്ള സമയങ്ങളിലാണ് അത് നിർവഹിക്കപ്പെടേണ്ടത് എന്നൊക്കെ നിയമം വെച്ചത് എന്തുകൊണ്ടാണ്? ഇത്ര പ്രായപരിധി നിശ്ചയിച്ചു, അതിൻ്റെ ഓരോ അദബുകളും നിശ്ചയിച്ചത്. ഇതൊരു ശിആറാണ്, ഇതൊരു മതചിഹ്നമാണ്, അള്ളാഹുവിൻ്റെ ഒരു മതചിഹ്നമാണിത്. അപ്പം അതുകൊണ്ട് അത് നിലനിൽക്കണം. അത് ഒഴിവാക്കിയിട്ട് മറ്റുള്ളവർ ചെയ്തൂടെ? അങ്ങനെയാണ് ഈ ലോകത്ത് പലരും ചോദിക്കുന്നുണ്ട്, ഹജ്ജിനൊക്കെ എത്ര ചെലവാക്കി എന്തിനാ പോണ്, നമുക്കത് പാവങ്ങൾക്ക് സഹായിച്ചു കൊടുത്തൂടെ എന്നുള്ളത്. പാവങ്ങളെ സഹായിക്കൽ വേണം, മതചിഹ്നങ്ങളായി നിലനിൽക്കുകയും വേണം. അതാണ് അതിൻ്റെ പൊതു നിയമം. ഒന്നൊഴിവാക്കിയിട്ട് ഒന്ന് തുടങ്ങുക എന്നുള്ളതായിരിക്കരുത്. എല്ലാം നിലനിൽക്കണം. രണ്ടിനും കഴിയുന്നവർ രണ്ടും ചെയ്യട്ടെ. ഇനി അതേ അവസരത്തിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വേറെ ചില കാര്യങ്ങൾ. ഒരു വ്യക്തിപരമായിട്ട് അയാൾക്കൊരു പ്രശ്നം വരികയാണ്. അതെന്താ? അയാൾക്കൊരു അയൽവാസിയുണ്ട്, അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ അത്യാവശ്യമായി ചെലവഴിക്കേണ്ടുന്നൊരു ബന്ധുവോ മറ്റോ ആരെങ്കിലും ഉണ്ട്. അയാൾ വളരെ പ്രയാസത്തിലാണ്, വീട് പോലുമില്ല, അല്ലെങ്കിൽ ശാരീരികമായി അസുഖമാണ്, ചികിത്സക്ക് ഫണ്ടില്ല. അയാൾ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബക്കാരൻ, ബന്ധപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു അയൽവാസി. ആ അയൽവാസിക്ക് ഇദ്ദേഹത്തിന് രണ്ടിനും കൂടെ കൊടുക്കാനുള്ള കാശില്ല. ഉലൂഹിയത്തിൻ്റെ അറിവ് അദ്ദേഹം നടത്തിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സഹായിക്കാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഫണ്ടൊന്നുമില്ല. എന്നാൽ ഇത് കൊടുത്താലോ ഇദ്ദേഹത്തിൻ്റെ കാര്യം നടക്കുകയും ചെയ്യും എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ അത്തരം വ്യക്തികൾ എന്താണ് ചെയ്യേണ്ടത്? ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിയമമാണ് പറയുന്നത്, അവർ അപ്പോൾ ഉലൂഹിയത്ത് ഒഴിവാക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ആ കാര്യത്തിന് വേണ്ടി സഹായിക്കുകയാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതൊരു പൊതുവായ കേസാക്കി എടുത്തിട്ട് മൊത്തം ഇപ്പോൾ ഒരു പ്രശ്നമുള്ള കാലല്ലേ, അതുകൊണ്ട് വലിയെറുക്കലൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ആ ഫണ്ട് മൊത്തം ഏതെങ്കിലും ഒരു പൊതുവായ റിലീഫിലേക്ക് നീക്കാം എന്ന ചിന്ത വരരുത്. അതിനാണ് ഇത് ഓർമ്മപ്പെടുത്തിയത്. ചില പ്രത്യേക കേസുകളിൽ ഇങ്ങനെ സംഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണത്. രണ്ടും കൂടെ ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഒന്ന് ചെയ്യൽ നിർബന്ധമായൊരു സാഹചര്യത്തിൽ അയാൾ നിൽക്കുന്നത്, ഇത് ചെയ്താൽ അതൊട്ട് നടക്കൂല എങ്കിൽ അയാൾ ആ ഉലൂഹിയത്തിൻ്റെ ഒഴിവാക്കിയിട്ട്, കാരണം അതൊരു നിർബന്ധമല്ലല്ലോ, അദ്ദേഹത്തിന് ഏറ്റവും നിർബന്ധമായത് ഇതാണല്ലോ,
എന്ന നിലക്ക് അതിന് മുൻഗണന കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് അഫ്ളൽ എന്നൊക്കെ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും സഹോദരങ്ങളെ, ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്രകാരമാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ മാതാപിതാക്കൾ മക്കളും ഒക്കെ ഒരുമിച്ചൊരു വീട്ടിലുണ്ട്. അപ്പോൾ ബാപ്പൻ്റെ അടുക്കൽ ഒരു ഷെയറിനുള്ള കാശ് തികയൂല, മകൻ കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തൂടെ? ചെയ്യാം. പക്ഷെ അതുകൊണ്ട് മകൻ ബലിയെറുത്ത കൂലി മകന് കിട്ടുന്നില്ല. ബാപ്പക്കാണ് ആ ബലിയെറുത്ത കൂലിയും അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളും ബാധകമാകുന്നത്. മകൻ ബാപ്പൻ്റെ അടുത്ത് കാശില്ല, അപ്പോൾ ബാപ്പാടെ വക ഒരു ഷെയർ ചേർന്നോട്ടെ, അറുത്തോട്ടെ എന്ന നിലക്ക് കഴിവുള്ള മകൻ എന്ത് ചെയ്യാണ്? ബാപ്പയെ സഹായിക്കണം. ബാപ്പയെ സഹായിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലം ആ മകന് കിട്ടും. പിന്നെ ആ ബാപ്പ ഉദ്ദേശിക്കുകയാണ് തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ്, അപ്പോൾ പ്രതിഫലത്തിൽ ഇവർക്കും പങ്കുണ്ടാകും. അതേ അവസരത്തിൽ നഖം മുടി എന്നിവ നീക്കരുത് എന്നുള്ള നിയമം ആർക്കേ ബാധകമാവുള്ളൂ? മകന് ബാധകമാകുന്നില്ല. മകൻ ചിന്തിക്കരുത് ഞാൻ ഫണ്ട് കൊടുത്തിട്ടല്ലേ ബാപ്പ ഷെയർ ചേർന്നിട്ടുള്ളത്, അത് ബാപ്പാക്കാണ് ബാധകമാകുന്നത്. അങ്ങനെ വേണമെങ്കിൽ മക്കൾക്ക് ബാപ്പയെ സഹായിക്കാം, ഉമ്മയെ സഹായിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ആരാണോ ഷെയർ ചേരുന്നത് അവരാണ് ഔദ്യോഗികമായി ആ ബലിയുടെ വിഹിതത്തിൻ്റെ ഉടമ, ആ വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തായിരുന്നാലും വീട്ടിൽ പലർക്കും കഴിയുമെങ്കിൽ അങ്ങനെയാവട്ടെ. ഓരോരുത്തരും അവരവരുടേതായ കഴിവുകേടുമൊക്കെ ഓരോരുത്തർക്കാണ് അറിയുക. എന്തായിരുന്നാലും ഇത് നിലനിർത്തുക അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കട്ടെ. ആരുടെ പക്കൽ നിന്നും പേരിനോ പ്രശസ്തിക്കോ മറ്റൊന്നും ആയിരിക്കരുത്, റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. ഏതായാലും ഈ കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്നത് അത് ചിന്തിക്കേണ്ടുന്ന അവസരമാണിത് എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും സൽക്കർമ്മങ്ങളിൽ ആവേശപൂർവ്വം മുന്നേറുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ജന്നത്തിൽ ഇടം നൽകട്ടെ. കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.